ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഇതാണ് എൻ്റെ വേൾഡ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വേൾഡ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ വേൾഡ്. എൻ്റെ വേൾഡ് ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. പിന്നെ ഭാഗ്യത്തിന് എടുത്ത് വെള്ളമുണ്ട്, സാൻഡുണ്ട്, നല്ല പ്ലെയിൻസ് ആയ ഏരിയ ആണ്, കുറച്ച് പൂക്കളുമുണ്ട്, 2 മരമുള്ളൂ, ബട്ട് അത്രക്ക് മതി. ഇതെന്ത് ഉഷ, വ്യത്യസ്തമായ നടക്കട്ടെ. നമുക്ക് നമ്മൾ ആദ്യത്തെ മരം പൊട്ടിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ മരം ഇതൊന്നും ഞാൻ ഗെയിം കയറിയപ്പോൾ ഫസ്റ്റ് പൊട്ടിച്ച ബ്ലോക്കാണ്. നമുക്ക് മാറ്റി വെച്ചാലോ, നമുക്ക് എന്തെങ്കിലും വലിയ ബിൽഡാക്കാം, അതാണല്ലേ. പിന്നെ ബൈ ഞാൻ സ്റ്റീമാണ്. ഞാനിതിപ്പോൾ അത് കുറച്ചുകൂടി പുതിയ വേഷനാണ്, അതുകൊണ്ട് എൻ്റെ ഇത് കിട്ടിയില്ല. ഞാൻ പൈസ എടുത്തും ചെയ്തൊന്നല്ല, മറ്റേ ഫ്രീ ആയിട്ട് ഇടുന്ന ഡ്രസ്സൊക്കെ അല്ലേ, അതൊക്കെ ചെറിയൊരു കോസ്റ്റ്യൂം സെറ്റാക്കി. What are you doing? ഇപ്പോഴാണ് എന്താ ചെയ്ത് മനസ്സിലായി. നമുക്കൊരു പൂവ് എടുത്തോളാം. 1 2 3 ഗൈസ്. കാരണം എനിക്ക് വേറെ ഹോള് കിട്ടിയാലും ഹൈവ് ഉണ്ട് അവിടെ. ഇത് പൊട്ടിക്കണോ? ഞാൻ കോർഡിനേറ്റ് നോക്കി വെക്കട്ടെ. ഞാൻ കോർഡിനേറ്റ് പോണേ ഗൈസ്. നമ്മൾ സ്പോണായ സ്ഥലം ഇവിടെയാണ്. ഇവിടെ ആയിട്ടൊരു കോർഡിനേറ്റ് ഇപ്പം എന്താ വെക്കുക, ചാറ്റിലടിച്ചിടാൻ പറ്റും. ചാറ്റ് ഞാൻ ആക്കിയില്ല. മ്യൂസിക് ഞാൻ ഓഫ് ആക്കിയാണല്ലോ. മ്യൂസിക് ഞാൻ ഓഫ് ആക്കിയാ. ഞാനിപ്പോൾ മ്യൂസിക് ഓഫ് ആക്കിയതാണല്ലോ. ഒറ്റ സെക്കൻഡ്, ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മ്യൂസിക് ഓൺ ആക്കിയിട്ടേനു, ഞാൻ ശ്രദ്ധിച്ചില്ല. കോർഡിനേറ്റ് അടിച്ചില്ല. കോർഡിനേറ്റ് 284 64 -90. എവിടേക്ക് ഞാൻ വയ്യൊന്നും മറക്കൂല. ഞാനത് അവിടുത്തെ ഒരു മര പൊട്ടിക്കാൻ പോകുന്നു. എത്ര പേടിയൊക്കെ വേണം ഇത്. അടുത്ത പൂള് കിട്ടി. Excuse me. I want your wool. Give me the wool, man. Wait. ഞാൻ ഓനെ അടിക്കാൻ വേണ്ടിട്ട് എനിക്കാണോ ഡാമേജ് കിട്ടുന്നേ? എവിടെ? ചത്തോ നീ? അടുത്ത പൂള് എടുക്കട്ടെ. പൂൾ എടുത്തിട്ടൊക്കെ ബൈ. ഞാൻ ടൂൾസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഓക്കെ, 2 പൂളുണ്ട്, 3 എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മൈൻക്രാഫ്റ്റ് ചാവ്. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഇവിടെ വെക്കുക. അങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ ആക്കുക. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബെഡാണ്. ആ ബെഡിൻ്റെ കളർ ചുമല. നമ്മൾ ചുമല ബെഡാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചുമല ബെഡ് ഉണ്ടാക്കി. ഇനി കുറച്ച് ടൂൾസ് വേണം. അതിനൊരു സ്റ്റിക്ക് എടുക്കുക, പിക്കാക്സ് എടുക്കുക, ഒരു ആക്സ് എടുക്കുക. ഇത്ര മാത്രം മതി. ഇനി പെട്ടെന്ന് സ്റ്റോണിലേക്ക് പോകാം. സ്റ്റോണിപ്പോൾ ഞാനിപ്പോൾ എന്തിനാ അങ്ങോട്ട് വന്നേ? ഫുഡ് എടുക്കാൻ. എടുത്തിട്ട് പോലെ സ്റ്റോണൊക്കെ. എടാ ഇതൊക്കെ ബഗ്. ഇത് ഈ ഇല ഉണ്ടോ? വാ
എല്ലാല്ലേ എങ്ങനെ ആയോ? ഓ ഞാൻ സോറി, ഞാൻ ഫാൻസി നിന്ന് മാറ്റിയിട്ട് സിമ്പിൾ ഇട്ടത് അതങ്ങനെ. ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ ഫാൻസി ഇടണോ സിമ്പിൾ ഇടണോ. അല്ലെ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻസിയാണ് രസം. കാരണം എനിക്ക് ഇല ഇഷ്ടപ്പെട്ടില്ല. എന്തൊരല ചത്ത് വിചാരിച്ച. അയ്യോ ഞാനേ എൻ്റെ വീടിനോട്ട് പോവാനുള്ളൊരു വഴി ചെറുതായിട്ടൊന്നും 1 2 3 സ്റ്റിക്കില്ല എൻ്റെ വീട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കുക, കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാക്കുക. സാപ്ലിങ് കിട്ടിയില്ല, അതുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് കുറച്ച് സ്റ്റോൺ എടുത്ത് മുന്ന പെട്ടെന്ന് ആവട്ടെ. സ്റ്റോൺ പെട്ടെന്ന് എടുത്തോളൊക്കെ. സ്റ്റോണ് കഴിയുന്നത് കുറച്ച് സ്റ്റോൺ മതി, കാരണം വീടൊക്കെ ഞാൻ പിന്നെ ഉണ്ടായിക്കോളൂ. അപ്പം എനിക്ക് ടൂൾസ് ഞാൻ ഫുൾ ടൂൾസ് വേണ്ട. സ്റ്റോണ് ആക്സ് പിക്കാക്സ് സോഡ് ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതൊക്കെ പെട്ടെന്ന് മരമൊക്കെ പൊട്ടിക്കും, പെട്ടെന്ന് ജീവികളെ കൊല്ലാനുള്ള പവർ ശക്തി അതെനിക്ക് ദൈവം തന്നു. അല്ല സാപ്ലിങ് ഞാൻ എടുത്തില്ല, സാപ്ലിങ് കൂടെ എടുത്തിട്ട് പോവാം. സാപ്ലിങ് ഐലൻഡിലേക്ക് പോയാലേ ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരും. കാരണം ഐലൻഡിൽ പോയാൽ എനിക്ക് അതാ സാപ്ലിങ് ഡ്രോപ്പ് ആയിട്ടുണ്ട് അവിടെ. ടിക്ക് ടിക്ക് പരിസ ടിക്ക് ടിക്ക് ടിക്ക്. ഓക്കെ ഒരു സാപ്ലിങ് അഴിച്ചിട്ടുള്ളൂ. എന്ത് ബിരിയുടെ ചത്ത് ബേസിക്കണ്ട. പെട്ടെന്ന് കൊല്ലാനുള്ള പവർ എബിലിറ്റി, പെട്ടെന്ന് കൊല്ലാനുള്ള എബിലിറ്റി നമുക്ക് കിട്ടി. അവിടെ ആപ്പിളാണ് തോന്നുന്നു ഡ്രോപ്പ് ചെയ്ത് കിടക്കുന്നത്. ആപ്പിള് ആപ്പിളുകൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. ആപ്പിളുള്ളൂ. അതാ ഒരു സാപ്ലിങ്, അതാ 2 സാപ്ലിങ് ആയി. അയ്യോ ഗൈസ്, നമുക്ക് ആ മരം പൊട്ടിച്ചേ പറ്റൂ. ഓ ഡോങ്കി, ഹലോ ഡോങ്കി, ഡുങ്കിയർ. കുറച്ച് വീറ്റെങ്കിലൊക്കെ കിട്ടുമൊക്കാം. ഇനി ഏതായാലും നമുക്ക് നമ്മളെ ചെറിയൊരു ഷെൽട്ടർ റീസ്പോൺ സെറ്റ് ചെയ്യാം. റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവിടെ തന്നെയാണ് നമ്മൾ റീസ്പോണ്. നമ്മളെ ഇവിടെ കയറ്റാ റീസ്പോൺ ചെയ്യാം, റീസ്പോൺ ആവുക. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ മോബ് സ്പോൺ ആവും, പെട്ടെന്ന് മോബ് സ്പോൺ ആവും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഫർണസ് ഉണ്ടാക്കിയിട്ടാണ് ഫുഡ് തിന്നുക. വേവിച്ച ഫുഡാണ് ഇഷ്ടം. നൈറ്റില്ല എന്താ നൈറ്റ് ആവാത്ത? മോപ്സിനൊക്കെ പേടിയാണ്. പെട്ടെന്ന് ആ സൈഡിലാ ഫുള്ള് എഴുത്ത് വന്നിട്ട് എന്തോ പോലെ. ചന്ദ്രമൊന്തി. ഓക്കെ നമ്മൾ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തു. നമ്മൾ എക്സ്പി ഒക്കെ എടുക്കുന്നു. നമ്മളങ്ങനെ എന്താ ലാഗ് വലിയ കുഴപ്പമില്ല. ശീല എനിക്കൊരു ഫർണീസ് ഉണ്ടാക്കി. അതൊരു ബ്ലാസ്റ്റ് ഫർണീസ് എന്നല്ല അതിൻ്റെ പേര്, അതന്നെ സ്മോക്കർ. സോറി സ്മോക്കർ ഉണ്ടാക്കണം. നമുക്ക് ആണിബീനെ നോക്കണ്ട, പൊട്ടിക്കാം. അല്ല ആ മരം പൊട്ടിച്ച പോലെ നമ്മൾ കടിക്കൂ, കടിച്ച പണി കിട്ടും, ചാവും.
ഇതിപ്പോ നമ്മളെ ഫുഡില്ല, പെട്ടെന്ന് തന്നെ വേണം. അതിനെ പൊട്ടിക്കേണ്ടെന്നാ പോലെ. അതിനെ പൊട്ടിക്കേണ്ടെന്നാ മതി. മരം പൊട്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓ ഫുഡില്ല, നടത്തുണ്ട്. ഇപ്പോ അവിടെ ആ ഷീപ്പിനെ കൊല്ലാൻ പറ്റാണ്. ഓക്കെ, നമ്മളിങ്ങനെ സ്മോക്കർ ഉണ്ടാക്കാൻ പോവാണ്. അയ്യ അത്ര കൂടുതൽ മതി. ഞാൻ ഒരു ചുറ്റും വെക്കണം. ഇത് അവിടെ വെച്ചിട്ട് 10 ഒരു ലോകം അതിന് പോവില്ല. അപ്പൊ ഓരോ ഫുഡിന് ഓരോ ലോകം വെച്ചു. ഓരോ ലോകിന് ഓരോന്ന് വെച്ച് പോവാണെങ്കിൽ അല്ലല്ല 3 അപ്പൊ തന്നെ ശരിയായി. അത്രയും നല്ല ഫുഡൊക്കെ. ഫുഡിന് വലിയ സീനില്ല. 2 സാപ്ലിംഗ് ഉണ്ട്. നമുക്ക് വുഡിനാണ് ക്ഷാമം. വുഡ് ഇപ്പൊ എടുക്കാൻ ഞാൻ അപ്പുറത്ത് പോയി എടുക്കണ്ടേ. കുറച്ച് ഇങ്ങോട്ട് നടാം. പെട്ടെന്ന് വളരണേ. നമുക്ക് ആ വുഡ് എടുത്താലോ? ഇത് ഞാൻ ഇതില് ആദ്യം പൊട്ടിച്ച ബ്ലോക്ക് ആയിട്ട് ഞാൻ എടുക്കൂല. നമുക്ക് ഫുഡാണ് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോ കണ്ട പന്നിനെ ആടിനെ കൂട്ടി കൊല്ലാണ്. കുറച്ച് അടുത്തായിട്ട് മരമുണ്ട്. അങ്ങോട്ട് ദൂരത്തേക്കല്ല, കുറച്ചടുത്ത് തന്നെ ബീഫ് എടുക്കും. ഞാൻ വെട്ടിനെ തെറിപ്പിച്ച്. കുറച്ച് മരമുണ്ട് കൈസടെ. കുറച്ച് ആകെ 2 മരമുള്ളത്. ഇതിന്റെ മുകളിൽ കയറാൻ പെട്ടെന്ന് കയറിയിട്ട് മുകളിൽ പൊട്ടിച്ചതായിട്ട് പോവാം. പാർക്കോർ ചെയ്യണം. പാർക്കോർ ഇത് പാർക്കോർ ചെയ്ത് അപ്പോഴേക്ക് പാർക്കോർ കിങ്ങായി. ഇതവിടെ തന്നെ ഉണ്ട്. കുറച്ച് ഫുഡ് ഇവിടെ നോക്കി. ഞാൻ വീട്ടിലേക്കുള്ള വഴി മറന്നു. അല്ല, കോർഡിനേറ്റ് വൈ ലെവൽ 64, പിന്നെ മറ്റേത് എത്ര 200 എത്ര, മറ്റേതും 200 എത്ര, അങ്ങനൊക്കെ നോക്കിയത് 290. വലിയ മരം പൊട്ടിക്കണമെങ്കിൽ അടിയിലൊരു ബ്ലോക്ക് വെക്കില്ല. എത്തില്ല. ഈ മരം പെടുന്ന ഡീസ്പോൺ ആവണമെങ്കിൽ ചെയ്യുന്ന അടയിട്ടുണ്ടാവുക. ലാഗുണ്ട്. നമുക്ക് മരം പൊട്ടിക്കാം. ഇനി എത്തല്ലോ. ഫുൾ കിട്ടോ. കിട്ടി. മരക്കടെ എത്ര മരം കിട്ടി? 22 കിട്ടി. നൈസ്. എനിക്ക് വേണ്ടിയത് സാപ്ലിംഗ് ആണ്. ഞാൻ അതൊക്കെ എവിടെ എന്ത് പ്ലെയിൻസാ. ഇത് ഭയങ്കര മരണ സ്ഥലമായി പോയി. കുറച്ചൊക്കെ എന്ത് വേണേ. എല്ലാവരും തൊട്ടടുത്ത് കുറച്ച് ഐലൻഡ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് സാപ്ലിങ് കിട്ടിയില്ലേ? അല്ല പന്നിച്ചേട്ടാ, സുഖല്ലേ? ഇതൊന്നും മറ്റേ നൈറ്റ് സാധനം പോലെ. ഇതെവിടെ വെച്ചാലാണോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കണോ? ഇവിടെ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുവെക്കണമെങ്കിൽ പണിയാണ്. അല്ലല്ലേ, എവിടെ വെച്ചാലോ? ഇത് കുറച്ച് കളക്ട് ചെയ്യാം. എവിടെടാ നീ? എവിടെ? ഞാന് സാപ്ലിംഗ് ഒക്കെ. ഇനി എന്താ വേണ്ടി? നമുക്കിപ്പോൾ ഫുഡാണ് അത്യാവശ്യം. ഇനി നമുക്ക് ഫുഡ് വേണം. ഫുഡ്
രണ്ടാടിനെയും ഇതിനെയൊക്കെ തല്ലിക്കൊന്ന് കുറച്ച് ഫുഡൊപ്പിച്ചിട്ട് അവിടെ ഫുഡ് വേവിക്കാനുള്ള ഫ്യൂവല് കണ്ടുപിടിച്ച് അതിന് വേണ്ടി കുറച്ച് കോള് വേണം. കോള് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാം? കോള് കിട്ടാൻ വേണ്ടി മൈനിങ് ഏരിയ സെറ്റാക്കി. ദിസ് ഈസ് ദ മൈൻക്രാഫ്റ്റ്. മൈനിങ് ഏരിയ മാത്രം സെറ്റാക്കിയാൽ മൈൻക്രാഫ്റ്റ് ആവില്ല, പക്ഷെ മൈനിങ് ഏരിയ ഒക്കെ അത്യാവശ്യം തന്നെ. ലെതർ കിട്ടി ഗൈസ്. കുറച്ച് പന്നീനെ സ്പോണായി. ഞാൻ പന്നീനെയും തല്ലിക്കൊന്നു. ഒരുപാട് ഫുഡ് വേണം. ഇതാണ് മൈൻക്രാഫ്റ്റിത്തെ കുഴപ്പം. പ്രത്യേകിച്ച് മൊബൈലിലത്തെ ആൾക്കാർക്ക് മൊബൈൽ കളിക്കുമ്പോൾ ഈ ഹങ്കർ ഒന്നും പെട്ടെന്ന് കുറയില്ല. അതിന് മുന്നേ കളിച്ചു നോക്കിയിട്ടുണ്ട്. ഹങ്കർ ഒന്നും പെട്ടെന്ന് കുറയില്ല. പക്ഷെ ഇതിൽ കളിക്കുമ്പോൾ പൊട്ടി ഞാൻ ഉണ്ടാക്കണം. ചോടന ഉണ്ടാക്കാം. അത് കൂടുതൽ ഡാമേജാ. ഒരാക്സും വേണം. ഒരാക്സ് ആടോ എടെ പന്നിക്കുട്ടന്മാരൊക്കെ. ഹലോ പന്നിച്ചേട്ടാ. ഒരു വെട്ടിൻ്റെ ആവുന്ന വിചാരിച്ചു. 2 വെട്ടിൻ്റെ പോലെ. ഒരു വെട്ടിനകത്ത് ഓപ്പി ഒറ്റ വെട്ടിന്. ഇത് പിന്നെ ഒറ്റ വെട്ടിനുള്ളതുള്ളൂ. അതുകൊണ്ട് 2 ഷീപ്പ് അങ്ങനെ. കോഴി സ്മോൾ ക്രീച്ചർ ആയതുകൊണ്ട് തന്നെ കൊല്ലാനും ആക്യൂറസിന്റെ സീൻ. ഞാൻ ഒരുപാട് ഫുഡായി ഇപ്പൊ തല്ലിക്കൊല്ലുന്നു. എവിടെ ഗൈസ്? ഇങ്ങനെ തല്ലിക്കൊന്നു തന്നെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ കഴിയുക, ഉറപ്പായി. ഏതായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും മൈൻഡ് ചെയ്യുക, അത് ഉറപ്പാണ്. ചാടി അടിച്ചാൽ ഇവനെ പിന്നെ പറയണ്ട. ചാടി അടിച്ചാൽ പെട്ടെന്ന് എത്തുള്ളൂ. ചാടി അടിക്കേണ്ട ആവശ്യം ഉണ്ടോന്നുണ്ട്. അടക്ക് ചാടി അടിച്ചില്ല ഞാൻ. ഞാൻ ചാടി അടിക്കും. ചാടി നമ്മളവിടെ എന്താ പണി? എനിക്ക് ഇവിടെ എന്താ പണി? നമ്മളവിടെ ഉണ്ട് കുറച്ച് ഫുഡ്. നമുക്ക് ഫ്യൂവൽ വെക്കാം. ഫ്യൂവൽ ഇപ്പോൾ ഒരു ലോഗ് എടുത്ത് വെച്ചേക്കാം. ഇപ്പം നമ്മളിത് ഫുഡിൻ്റെ സീനില്ല. 7 ഇത് ഇപ്പോൾ 13 അത്യാവശ്യം ഉണ്ട്. 13 ബീഫ്, 8 പോർക്ക്, 7 ചിക്കനും. ലെതർ 4 എണ്ണം. ലെതർ ഫുഡല്ല. എൻ്റെ ഒരു സാപ്ലിംഗ് ഉണ്ട്. സാപ്ലിംഗ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വളർന്നുണ്ടെങ്കിലേ. അത് നമ്മള് മരം വളർന്നു. അങ്ങനെ പെട്ടെന്ന് വളരുകയാണെങ്കിൽ സുഖമായിട്ട് മരം കിട്ടും. നീലിന് സാപ്ലിങ് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് മരം കിട്ടും. അവിടെ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ആദ്യം മരം നട്ടത്. അതിപ്പോൾ വളർന്നില്ല. അവിടെ പംകിനൊക്കെ ഉണ്ട്. നൈസ്. കറക്റ്റ് മ്യൂസിക്കാ പാടി. ഓക്കെ, പിന്നെ എടുത്തില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ഫുഡ് വേസ്റ്റ് പോക്കിണ്ടാവൂലേ? ഓനം ഞാൻ എന്തിനാ അതുകൊണ്ട് കൊള്ളുന്നേ? സോഡ് പിന്നെ എന്തുണ്ടാക്കിയ ചോട്ട്. നൈറ്റ്. ലാസ്റ്റ് ക്രീച്ചർ. പെട്ടെന്ന് പോവാം. ഇങ്ങനെ പോണ വഴിക്ക് എന്തിനെങ്കിലൊക്കെ തല്ലിക്കൊന്ന് അടിച്ചിട്ടൊക്കെ പോകുന്ന എനിക്ക് ഇഷ്ടം. ഇത്രട്ടൊന്ന് കഴിഞ്ഞോ? നൈസ്. കൂടി വേണ്ടോ?
നമ്മളങ്ങനെ രണ്ടാമത്തെ നൈറ്റും സ്കിപ്പ് ചെയ്തു. ഓ ഇത് പെട്ടെന്നാവും ഗൈസ്. സ്മോക്കർ ഉണ്ടാക്കി അത്രയും നല്ലത്. സ്മോക്കറിൽ പെട്ടെന്ന് ഫുഡ് കിട്ടുന്നുണ്ട്. പോർക്കിൻ്റെ അത്യാവശ്യം ഉണ്ട്. എന്നാലും പോർക്കിങ്ങും വേണം. എനിക്ക് പോർക്ക് ഇഷ്ടപ്പെട്ടു. പോർക്ക് സ്റ്റഫ് ഫുഡ് അത്യാവശ്യമായപ്പോൾ ഒരു ആശ്വാസം. ഇനി വേണ്ടത് വുഡാ. എൻ്റെ ആടും കിടക്കുന്നു. ആടിൻ്റെ ഫുഡാണ് ഞാൻ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. എടാ ഒരു വട്ടിനകത്ത് ഞാൻ ഒരു വട്ടി വിടും. എടാ ഒരു വട്ടി ഞാൻ ഓട്ടോ ചാടി അടിച്ചാൽ ഇങ്ങനെ 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 ചിലപ്പോൾ ആടിന് ഹെൽത്ത് കുറവാണെങ്കിലോ. പന്നി 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 ഈ പന്നി എന്താ എൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നേ? എക്സ്ക്യൂസ് മീ, നീ നാശത്തിലേക്കാണോ പോകുന്നത്? ബീഫ് 23 പോർക്ക്. നൈസ്. 11 ഊള് ഇത്രയും പെട്ടെന്ന് ആയ. ചിക്കനാണ് ഇപ്പൊ ഇല്ലാത്തത്. ചിക്കൻ അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഇതൊക്കെ എടുക്കണം. ഫുഡ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.